ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? മാത്തമാറ്റിക്സിലെ അഭിന്നക ഗുണനം, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. അതിലെ അവസാനത്തെ സെക്ഷനായ ത്രികോണ പരപ്പളവുകൾ, അതായത് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എന്നുള്ള സെക്ഷനിലെ അൺസോൾവ്ഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റും തിയറിയും ഒക്കെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോ നിങ്ങൾ നോക്കുക, തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ നോക്കുക. നമുക്ക് ഇതിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാലോ? ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ആസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ചില സമഭുജ ത്രികോണങ്ങളുടെ ഒരു വശത്തിന്റെ നീളം ചുവടെ കൊടുത്തിരിക്കുന്നു, പരപ്പളവ് കണക്കാക്കുക. നമുക്കറിയാം, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം a ആണെങ്കിൽ സമഭുജ ത്രികോണം എല്ലാ വശങ്ങളുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 a² ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് √3/2 a ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഏരിയ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഏരിയ a = √3/4 a² ആണ് വരിക. അപ്പോ √3/4, ഇവിടെ വശത്തിന്റെ നീളം എന്താ പറഞ്ഞിട്ടുള്ളത്? 10 സെന്റിമീറ്റർ. എയുടെ സ്ഥാനത്ത് 10, 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എന്താണ്? 100 ആണ് നമുക്ക് വരിക അല്ലെ? 100/4 എന്ത് കിട്ടും? അതായത് √3/4 ഇൻറ്റു, നിങ്ങൾ 10നെ എങ്ങനെ എഴുതുക? 10 × 10 ഇങ്ങനെ ഹരിക്കാം. 4, 10ല് 4 കൊണ്ട് പോകില്ല, 2 കൊണ്ട് പോകും അല്ലെ? 5 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. ഇനി അടുത്ത 10ല് 2 പോവും. എത്ര 2 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം ഉണ്ട്. ഇവിടെ 1 പ്രാവശ്യം ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? √3 × 25/1, അതായത് 25 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ. ഇനി ഇങ്ങനെ ചെയ്യാതെ ഇതിൽ നിന്ന് 100 എടുത്ത് ചെയ്താലോ? അതും കണക്കാ. √3/4 × 10ന്റെ സ്ക്വയർ 100. അപ്പൊ 100/4 എന്ത് വരും? 25. 25 √3 ആണ് ഉത്തരം. എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. സോ 25 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അത് നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്കിത് എങ്ങനെ ഒരു വാല്യൂ കിട്ടും? അതായത് √3യുടെ വാല്യൂ എന്താണ്? √3ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കാം? 1.732, 1.732. അത് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 25 × 1.732 = 43.301 എന്നുള്ള വാല്യൂയിലേക്ക് വരും കേട്ടോ. നിങ്ങൾക്ക് ഡെസിമൽ ഫോമിൽ ചെയ്യണമെന്നുള്ളവർക്ക് ഡെസിമൽ ഫോം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ 25 √3 ആണ് ഇതിന്റെ ഏരിയ. ഇനി അടുത്ത രണ്ടാമത്തെ അളവ് വന്നാലോ? 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ = √3/4 ഇൻറ്റു 5ന്റെ സ്ക്വയർ അല്ലെ? 5ന്റെ സ്ക്വയർ 5². അതായത് 5ന്റെ സ്ക്വയർ 25, 25 √3 /4. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. 25/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.25 കിട്ടും അല്ലെ? 6.25 എന്ന് കിട്ടും. 25/4 ചെയ്യുമ്പോൾ ഇൻറ്റു √3യുടെ വാല്യൂ 1.732 എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 10.825 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് 25 √3/4. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലും എഴുതാം. ഇനി അടുത്ത് വരുന്ന എന്താണ്? √3 സെന്റിമീറ്റർ ആണ് എന്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? √3/4 a². മീൻസ് √3² അല്ലെ? ഇവിടെ വശത്തിന്റെ നീളം √3 ആണ്, അതുകൊണ്ടാണ് ഇവിടെ √3 എന്നുള്ളത്. ഇതുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ എന്താ കിട്ടത്? √3/4 ഇൻറ്റു 3² എന്ന് പറയുന്നത് എന്താണ്? സോറി, √3² എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. നമുക്കറിയാം എന്ത്? √x² എന്ന് പറയുന്നതും √(x² എന്ന് പറയുന്നതും എല്ലാം എന്താണ്? x ആണ് അല്ലെ? √x² എന്ന് പറയുന്നതും √(x² എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അങ്ങനെയെങ്കിൽ എന്ത് കിട്ടും?
3√3/4 3√3/4. അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഡെസിമൽ ഫോമിൽ തന്നെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. 0.75 ഇൻറ്റു 1.732. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1.299 എന്ന് കിട്ടും. അതായത് 1.3 നമുക്കതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെയും സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. അതാണ് നമുക്ക് കിട്ടുന്ന ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ? ഒന്നാമത്തെ കണക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്, ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ കണക്ക് നോക്കിയാലോ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ലെങ്ത് ഓഫ് സൈഡ് 6 സെന്റിമീറ്റേഴ്സ്. വശങ്ങളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അതായത് സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് സമഷഡ്ഭുജം? എല്ലാ വശങ്ങളും എന്താണ്? തുല്യം. ഓൾ സൈഡ്സ് ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 6 സെന്റിമീറ്റർ ഇത് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ നമുക്ക് ഈ ത്രികോണ പരപ്പളവുകളായിട്ട് ബന്ധപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇത് ചെയ്താൽ മതി, ഇതിനെ അങ്ങ് മുറിക്കാം. ഇത് നമുക്ക് ത്രികോണങ്ങളായിട്ട് എന്ത് ചെയ്യാം? അങ്ങ് മുറിക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മൾ മുറിക്കുവാണേ. ഈ ഡയഗണൽസ് വരച്ച് നമ്മൾ മുറിക്കുവാണ്. ആദ്യത്തെ ഒരു ഡയഗണൽ വരച്ചു. കാണാൻ പറ്റുന്നുണ്ടോ? ഡയഗണൽ കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുക അല്ലെ? വേറെ കളർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ഇത് ഒരു ഡയഗണൽ വരച്ചു. ഇനി അടുത്ത ഡയഗണൽ ഇതുപോലെ വരണ്ടേ? ഇതുപോലെ അടുത്ത ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുവാണേ. ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് എന്ത് ചെയ്യാം? അതും അവിടെ ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ അത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഡയഗണൽ വരയ്ക്കാം. ഈ വെർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് 6 ത്രികോണങ്ങൾ ഇവിടെ കിട്ടി അല്ലേ? 6 ത്രികോണങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. 6 ത്രികോണങ്ങൾ കണ്ടോ? 6 ത്രികോണങ്ങൾ നമുക്കിവിടെ കിട്ടി. ഈ 6 ത്രികോണങ്ങൾ നോക്കാം. നമുക്ക് ഇത് ഓരോന്നിന്റെയും ആംഗിൾസ് ഒന്ന് നോക്കാം. എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണ്ടേ? ഈ നീളങ്ങളുടെ കാര്യം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആംഗിൾസ് നോക്കാം. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാന്നുള്ള കാര്യമാണ്. ഇതിപ്പോ ഈ സെൻട്രൽ ആംഗിളിനെ 6 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. അതായത് 360 ഡിഗ്രിയാണ് മൊത്തത്തിൽ ഉണ്ടാവുക. ഈ നടുക്ക് മൊത്തത്തിൽ എത്ര ഉണ്ടാവും? 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. അതിനെ 6 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. എന്തുകൊണ്ടാണ്? ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ നീളം, വശങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പൊ 360/6 എന്ത് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. 60 ഡിഗ്രി. അപ്പൊ ഇതെല്ലാം എന്താണ്? 60 ഡിഗ്രി വീതമാണ് കേട്ടോ. 60 ഡിഗ്രി വീതമാണ് ഈ ഓരോ കോണും വരിക. 60 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എടുത്താൽ ഇത് 60 ഡിഗ്രിയാണ്. ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? ഈക്വൽ അല്ലേ? ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളില്, അതായത് ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കിട്ടും കേട്ടോ. 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കിട്ടും. 6 സമഭുജ ത്രികോണങ്ങൾ നമുക്ക് കിട്ടും. ഒരു സമഷഡ്ഭുജത്തിനെ തുല്യമായി ഭാഗിച്ചാൽ നമുക്ക് 6 സമഭുജ ത്രികോണങ്ങൾ കിട്ടും. അങ്ങനെയെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ, ഈ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഇൻറ്റു എത്ര ത്രികോണം ഉണ്ട്? അതുപോലുള്ള 6 ത്രികോണങ്ങളുണ്ട്. അതായത് 6 ത്രികോണങ്ങളുണ്ട്. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് √3/4 a² ആണ് അല്ലെ? അപ്പോ 6 ഇൻറ്റു √3/4, എയുടെ വാല്യൂ 6 a². അപ്പൊ എന്തെഴുതണം? ഇതില് തുല്യമായി മുറിക്കുമ്പോൾ എന്ത് കിട്ടും? കിട്ടുന്നതെല്ലാം എന്താണ്? സമഭുജ ത്രികോണങ്ങളാണ്. തുല്യമായുള്ള സമഭുജ ത്രികോണങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഒരു സമഷഡ്ഭുജത്തിന്റെ ദാറ്റ്സ് വൈ because of that the area of the regular hexagon is 6 times the area of a എന്താണ് equilateral triangle. ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ തുല്യവശം ഉള്ള സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 6 മടങ്ങായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്ത് കിട്ടും? 6 4 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 കിട്ടും, ഇവിടെ 2. ഇനി അടുത്തെന്ത് കിട്ടുന്നു? 3√3/2 ഇൻറ്റു 6ന്റെ സ്ക്വയർ 36. അപ്പോൾ 36 2 നമ്മൾ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എന്ത് കിട്ടും? 18 കിട്ടും. അതായത് 3√3 × 18. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54√3 സെന്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക 54√3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 54 × 1.732 അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടും? 93.528 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഡെസിമൽ ഫോമിൽ വേണമെങ്കിൽ, അല്ലാത്ത പക്ഷം നമുക്ക് ഇത് തന്നെ കീപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കണക്ക്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഒരു സമഷഡ്ഭുജത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് തുല്യമായിട്ട് മുറിച്ചാൽ നമുക്ക് സമഭുജ ത്രികോണങ്ങൾ കിട്ടും. അതിന്റെ മൊത്തം പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് 6 സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. Calculate the perimeter and area of the equilateral triangle with height 12 cm. ഉയരം 12 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. അപ്പൊ ഉയരം എത്രയാണ്? ഹൈറ്റ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ ആണ്. 12 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് 12 സെന്റിമീറ്റർ ആണെന്ന് അവര് പറയുന്നു കേട്ടോ. 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 12 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 12 സെന്റിമീറ്റർ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതൊരു സമഭുജ ത്രികോണം എന്ന് പറയുന്നില്ലേ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെന്റിമീറ്റർ. ഉയരം 12 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ ചുറ്റളവ് ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കറിയാം എന്ത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ വശങ്ങളുടെ നീളം a ആണെങ്കിൽ, അതിന്റെ ഉയരം എന്ന് പറയുന്നത് എന്തായിരിക്കും? √3/2 a ആയിരിക്കും. √3/2 a. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ, ഹൈറ്റ് എത്രയാണ്? 12 സെന്റിമീറ്റർ. അപ്പോൾ √3/2 a, അതായത് ഇങ്ങോട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈക്വൽ ടു സൈൻ ആണല്ലോ, എവിടെ കിടന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതില് എച്ചിന്റെ വാല്യൂ 12 ആണ്. എച്ചിന്റെ വാല്യൂ 12 ഈക്വൽ ടു √3/2 a. അപ്പോൾ ഇതെന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് a കണ്ടുപിടിക്കാം, വശത്തിന്റെ നീളം. എങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 12 × 2. ഇനി √3 ഇവിടെ ഗുണിച്ചിരിക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുക, √3 ഈക്വൽ ടു a. അപ്പോൾ 12 × 2 24. 24 ഡിവൈഡ് ബൈ √3. 24/√3 ആണെന്ത്? നമ്മുടെ ഒരു വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ഏരിയ വേണം അല്ലെ. ഏരിയ എന്തായിരിക്കും? ഏരിയ നമ്മൾ പറഞ്ഞു √3/4 a സ്ക്വയർ. അപ്പൊ √3/4 എയുടെ വാല്യൂ 24/√3. 24/√3. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താണ്, 2 രീതിയിൽ ചെയ്യാം. നമുക്കിവിടെ ഒരു വശം കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു വശം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ചെയ്യാവുന്നതേ നമുക്കിവിടെ ഉള്ളൂ കേട്ടോ.
അപ്പോൾ 24/√3 ഇവിടെ കൊടുക്കുക. എയുടെ സ്ഥാനത്ത് കൊടുക്കുക 24/√3. നമ്മൾ ഇത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. എയുടെ വാല്യൂ ഇൻറ്റു 24/√3 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതില് ഈ 24/√3 ഇവിടെ ഉണ്ട്, ഇവിടെ √3 ഉണ്ട്. നമുക്ക് ഇതിനൊന്ന് പിരിച്ചെഴുതാം. അതായത് നമുക്ക് ഈ ഗുണിച്ച് 24ന്റെ സ്ക്വയർ ഒക്കെ എടുക്കുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതായത് √3/4 ഇൻറ്റു 24 ഇൻറ്റു 24, 24 ഇൻറ്റു 24, 24 സ്ക്വയറിന് 24 ഇൻറ്റു 24 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്താണ്? 3. ഓക്കെ, √3യുടെ സ്ക്വയർ 3 തന്നെയാണ്. അപ്പോൾ ഇനി നോക്കൂ, 4 കൊണ്ട് നമുക്ക് 24 കട്ട് ചെയ്തൂടെ? എത്ര? 6 പ്രാവശ്യം അല്ലേ. 6 4 24. അടുത്ത 3 കൊണ്ട് 24 കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. എത്ര? 8 3 24. 8 3 24. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 6 ഇൻറ്റു 8 6 8 48. 48. 6 ഇൻറ്റു 8 48. √3 48. √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. 48 √3 സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ അല്ലേ. എന്ത്? 1.732 കൊണ്ട് മൾട്ടിപ്ലൈ. അത് 48 ഇൻറ്റു 1.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 83.136 എന്ന് കിട്ടും. ഇത് നമുക്ക് പെരിമീറ്റർ ആണ് വേണ്ടല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര എ ആണ്? a plus a plus a, 3a. ഓക്കെ, 3a. അത് 3 ഇൻറ്റു എയുടെ വാല്യൂ 24/√3 ഈക്വൽ ടു, അപ്പൊ 3/√3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ് അല്ലേ. അത് x/√x എന്ന് പറഞ്ഞാൽ √x-ന് ഈക്വൽ ആണ്. കാരണം x ഈക്വൽ ടു √x ഇൻറ്റു √x. അപ്പോൾ √x ഇൻറ്റു √x ഡിവൈഡ് ബൈ √x, ഒരു √x ക്യാൻസൽ ആയി പോകും, √x മാത്രം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 √2 ക്യാൻസൽ, √3 ക്യാൻസൽ ആയിട്ട് ഇവിടെ √3 മാത്രം വരും. അതായത് 24√3. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സെന്റിമീറ്റർ ആണ് യൂണിറ്റ്. ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറും മറ്റേത് എന്ത് കിട്ടും? സെന്റിമീറ്റർ മാത്രം. നീളമല്ലേ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നീളമാണ്, ലെങ്ത് ആണ്. അതുകൊണ്ട് സെന്റിമീറ്റർ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. ഇത് മനസ്സിലായെങ്കിൽ അടുത്ത കണക്ക് ഇതാണ്. 4ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ് 6 സെന്റിമീറ്റേഴ്സ്. സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം 6 സെന്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്നതാണിത് ഒരു സമഷഡ്ഭുജം. ഓക്കെ, നമ്മൾ നേരത്തെ സമഷഡ്ഭുജം എല്ലാം എന്ത് ചെയ്തു? ഇങ്ങനെ മുറിച്ചെടുത്തു അല്ലേ. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വേണം. എന്നാൽ നമ്മൾ തൽക്കാലം ഇതിവിടെ ഇങ്ങനെ എടുക്കുവാണ്. കാരണം എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എത്രയെന്ന് പറയുന്നുണ്ട്? 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 6 സെന്റിമീറ്റർ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന എന്താണ്? സമപാർശ്വ ത്രികോണം അല്ലേ. നിങ്ങൾ ഈ കാണുന്ന എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ കാണുന്നതും ഒരു സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഇവിടെ ബൈസെക്ട് ചെയ്യില്ലേ? ഇവിടെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ഇവിടെ ബൈസെക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ഈ 6 സെന്റിമീറ്റർ മൊത്തത്തിൽ വരുന്ന 6 സെന്റിമീറ്റർ നമുക്ക് 3 3 എന്ന് എഴുതാം. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾ ചേരുന്ന ഭാഗത്ത് നിന്ന് വരയ്ക്കുന്ന ലംബം എതിർവശത്തെ സമഭാഗം ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ്. ഇതിന്റെ വശങ്ങൾ നമ്മൾ എന്തെടുക്കുക? എ എന്നെടുത്താൽ എ എ എ എ എ എ. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളുടെ നീളം എ എന്നെടുത്തു. അതാണ് സമഷഡ്ഭുജം അല്ലെ, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇനി ഈ പാരലൽ സൈഡ്സ് നമ്മുടെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്ര എന്ന് പറയുന്നുണ്ട്? 6 സെന്റിമീറ്റർ അല്ലെ. 6 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ബൈസെക്റ്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന് 6 സെന്റിമീറ്ററിന് ഇവിടെ നമുക്കിവിടെ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആക്കാം. ഇവിടെ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കണക്ക് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യം നോക്കാം.
അതിന് നമുക്ക് കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ആവശ്യമായിട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം റീഅറേഞ്ച് ചെയ്യണം. ഇത്രയും കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് നമുക്കിവിടെ സെക്കൻഡ് എന്ത് ചെയ്യാം, ഈ വരച്ചിരിക്കുന്ന രീതിക്ക് മുറിക്കാം. എൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് മാറ്റി. അതായത് ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ വശത്തിന്റെ നീളം എ അല്ലെ, ഇതിന്റെ നീളം എയും ഇതിന്റെ മൊത്തം നീളം എത്രയാണ്, 6 സെന്റിമീറ്ററും വരുന്നത് അല്ലെ. ഇനി അടുത്ത് നമുക്ക് ഈ ത്രികോണങ്ങളെ എടുത്ത് നോക്കൂ. ഈ ത്രികോണങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ആംഗിൾ ഉണ്ടോ, ഇത് 90 ഡിഗ്രി അല്ലേ, ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഇവിടുത്തെ ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇതിന്റെ ഒരു മൂലയിൽ വരുന്ന കോണിന്റെ അളവ് എത്രയാണ്, 120 ഡിഗ്രിയാണ്. ആ 120ൽ 90 പോയി. കാരണം സമഷഡ്ഭുജത്തിന്റെ ഒരു അകക്കോൺ, ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 120 ഡിഗ്രിയാണ്. സമഷഡ്ഭുജത്തിന്റെ ഒരു ഇന്നർ ആംഗിൾ, ഒരു അകക്കോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പൊ ഈ 120 ഡിഗ്രിയിൽ 90 ഡിഗ്രി ഇവിടെ പോയി. അപ്പൊ ബാക്കി ഇവിടെ എത്ര വരുള്ളൂ, ബാക്കി ഇവിടെ 30 ഡിഗ്രി വരും. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആണേ, ബാക്കി ഇവിടെ 30 ഡിഗ്രി വരില്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് പിക്ക് ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് പിക്ക് ചെയ്തു. അതുപോലെ ഇതിനെയും പിക്ക് ചെയ്യണം. എന്നിട്ട് അതിനെ ഒരുമിച്ച് വെച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയില്ലേ, കിട്ടി, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. കാരണം ഇക്വിലാറ്ററൽ എന്ന് പറയാൻ കാരണം എന്തുവാ, ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ടെന്ന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 30 ഡിഗ്രി ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി എല്ലാം കൂടി ചേർത്ത് എത്ര ഡിഗ്രി കിട്ടും, 60 ഡിഗ്രി ആണല്ലോ. ഓക്കെ, രണ്ടും കൂടി ചേർത്ത് 60 ഡിഗ്രി. ഇനി അടുത്ത് ഇവിടെ പറയുന്നു ഇത് 30 ആയിരുന്നു, ഇവിടെ 90 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉറപ്പായി എന്ത് വരും, ഇവിടെ 60 ഡിഗ്രി വരും, ഇവിടെയും 60 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ 90, ഇവിടെ എന്തായിരുന്നു, ഇവിടെ 30 ഡിഗ്രി ആയിരുന്നു, ഇവിടെ 90, 90 ഡിഗ്രി. 30ഉം 90ഉം 120. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെയും 60 ഡിഗ്രി. നോക്കൂ, ഇപ്പൊ ഇവിടെ 3 കോണുകളും 60 ഡിഗ്രി വീതമാണ്. 3 കോണുകളും 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് താഴത്തെ വശങ്ങൾ നോക്കിയെടുത്ത് നമ്മൾ മാറ്റി വെച്ചാൽ എന്താണ്, ഇതേ അവസ്ഥ തന്നെയാണ്. ഇതേപോലെ അതും അതേ അളവുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ ഈ വശങ്ങളുടെ നീളം ശ്രദ്ധിച്ചായിരുന്നോ, എ അല്ലേ. അപ്പൊ ഇതിന്റെ നീളം എ, ഇതും എ, അപ്പൊ ഇവിടെ വരുന്നതോ അതും എ തന്നെയാണ്. കാരണം എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് അതിന്റെ വശങ്ങളുടെ നീളം എ ആവുന്നത്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെ കിട്ടും, ടോട്ടൽ ഏരിയ നമുക്കറിയാം. ഇതിന്റെ ഏരിയ എന്താണ്, ഫോർമുല ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് സൈഡ് എ ആണെങ്കിൽ 6 × √3/4a² എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇതിന്റെ ഏരിയ എന്താണ്, ഇതൊരു ചതുരം അല്ലേ, റെക്റ്റാങ്കിൾ. ഇതിന്റെ ഏരിയ എന്താണ്, 6 × a പ്ലസ് ഇവിടത്തെ ഏരിയയോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ 2 ട്രയാങ്കിൾസ് ഉണ്ട്, 2 × √3/4a² അല്ലെ. ഇതാണ് നമുക്ക് വരുന്ന റിലേഷൻ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇതിന്റെ ഏരിയയും പെരിമീറ്ററും എല്ലാം കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ മീൻസ് ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇത് 2 ടൈംസ് 4ൽ 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 4
4 ടു 2 ടൈംസ്, 2 ടു 1 ടൈംസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ബാക്കി എന്തെഴുതാം? 3 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2. 3 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 3 root 3 a square by 2 equal to 6a plus root 3 a by 2 a square. 6a plus root 3 by root 3 by 2 a square എന്ന് കിട്ടും. നോക്കൂ, ഇവിടെ 3 root 3 by 2 a square ഉണ്ട്, ഇവിടെ root 3 by 2 a square ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് കിടക്കുന്നതിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാലോ? അതായത് 3 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു അല്ല മൈനസ്, അതായത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന റൂട്ട് 3 ബൈ 2 എ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് പോസിറ്റീവ് ആയിരുന്നു മൈനസ് ആയി നെഗറ്റീവ് ആയി റൂട്ട് 3 ബൈ 2 എ സ്ക്വയർ ഈക്വൽ ടു ബാക്കി ഇവിടെ എന്തുണ്ട്? 6a. ഓക്കെ, അപ്പോൾ 3 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2 മൈനസ് റൂട്ട് 3 ബൈ 2 എ സ്ക്വയർ എന്നാണ്. 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുന്ന പോലെയാണ്, അതായത് 2 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2 ആയിട്ട് അത് മാറും. ഓക്കെ, 3 റൂട്ട് 3 എ സ്ക്വയർ ബൈ 2 മൈനസ് റൂട്ട് 3 എ സ്ക്വയർ ബൈ 2. അപ്പോൾ ഇത് എന്തിന് ഈക്വലാണ്? ഇത് 6aക്ക് ഈക്വലാണ്. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ എയുടെ വാല്യൂ എങ്ങനെ കിട്ടും? എയുടെ വാല്യൂ ഈ എ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, ഇവിടുത്തെ റൂട്ട് 3 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് റൂട്ട് 3 എ സ്ക്വയർ ഈക്വൽ ടു 6a. ഓക്കെ, അപ്പോൾ ഈ എ സ്ക്വയർ ഡിവൈഡ് ബൈ എ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഡെനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 6. ഇവിടുത്തെ റൂട്ട് 3 മൾട്ടിപ്ലൈ ആയിരിക്കും, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും 6 ബൈ റൂട്ട് 3. അതായത് എയുടെ വാല്യൂ എന്താണ്? എ സ്ക്വയർ ബൈ എ എന്ന് പറയുന്നത് എ ആണ്. എ ഈക്വൽ ടു 6 ബൈ റൂട്ട് 3. ഓക്കെ, 6 ബൈ റൂട്ട് 3 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ എന്തായിരിക്കും? ഏരിയ ഒരു സൈഡ് കിട്ടിയില്ലേ, ഒരു വശം കിട്ടിയില്ലേ, നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതായത് 6 റൂട്ട് 3 ബൈ 4 എ സ്ക്വയർ എന്ത് കിട്ടും? 6 റൂട്ട് 3 ബൈ 4 ഇൻറ്റു ഈ എ സ്ക്വയർ, എയുടെ വാല്യൂ എന്താണ്? 6 ബൈ റൂട്ട് 3. 6 ബൈ റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ. അതായത് 6. ഓക്കെ, 4ഉം 6ഉം നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 3 ടൈംസും 2 ടൈംസ്. ഓക്കെ, 3 ടൈംസ് 2 ടൈംസ് നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 3 റൂട്ട് 3 ബൈ 2 ഇൻറ്റു 6 സ്ക്വയർ 36 ഡിവൈഡ് ബൈ റൂട്ട് 3 സ്ക്വയർ, റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 എഴുതാം അല്ലേ? അപ്പോൾ 3 എഴുതിയാൽ നമുക്ക് 3ഉം 36 നമ്മൾ ക്യാൻസൽ ചെയ്യാം. അതായത് 1 2 12. 3ൽ 1 ടൈംസ്, 6ൽ 2 ടൈംസ് 12. ഓക്കെ, ഒരു ഡിലേ വന്നു. എനിവേ, അപ്പോൾ ഇവിടെ എന്തോരും 12 വന്നു അല്ലേ? 12 നമുക്കിവിടെ എന്ത് ചെയ്യാം? 2 കൊണ്ട് നമുക്കിവിടെ 12നെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 6 നമുക്ക് എന്ത് കിട്ടും? 3 റൂട്ട് 3 ഇൻറ്റു 6 18 റൂട്ട് 3 എന്ന് നമുക്ക് ആൻസർ വരും. 18 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. 18 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് റൂട്ട് 3ക്ക് വാല്യൂ കൊടുക്കാം. 18 ഇൻറ്റു 1.732 എന്ന് വാല്യൂ കൊടുക്കാം. സോ എന്ത് നമുക്ക് കിട്ടുന്ന ഡെസിമൽ ഇതിലുള്ള വാല്യൂ എന്ന് പറയുന്നത്
176 ആണ് കേട്ടോ, 176 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? പെരിമീറ്റർ പി ഈക്വൽ ടു നമ്മൾ പറഞ്ഞ എന്താണ്, എല്ലാ വശങ്ങളുടെയും നീളത്തിന്റെ തുക. എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളുണ്ട്. 6 വശങ്ങളാകുമ്പോൾ 6 ഇൻറ്റു എ, 6a എന്ന് വരും. അപ്പോൾ 6 ഇൻറ്റു എയുടെ വാല്യൂ 6/√3. ഓക്കെ, അപ്പോൾ 36/√3 ആണ്. ഇത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? ഇൻറ്റു √3/√3 മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതെങ്ങനെ മാറും? 36√3/3 എന്ന് മാറും. 36√3/3 എന്ന് മാറും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? 12√3 എന്ന് കിട്ടും കേട്ടോ, 12√3. അപ്പോൾ ഇതിന്റെ ഡെസിമൽ വാല്യൂ ഒക്കെ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. പെരിമീറ്റർ എന്ന് പറയുന്നത് 6a ആണ്. എയുടെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത 4 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്